നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ കരയാതെ. പോട്ടെ, സാരമില്ലടി, സാരമില്ല. എടി ശ്യാമേ, സ്വപ്നമല്ലേ, വിട്, പോട്ടെ, സാരമില്ല. ഇത് നീ എഴുതി വെച്ച കത്തല്ലേ? കത്ത് ഞാൻ എഴുതുന്നത് ഈ കുടുംബത്തിനാണ്. ഇത്രയും നാളും ഞാൻ മറച്ചു വെച്ച വലിയൊരു സത്യം ഞാൻ ഇവിടെ അറിയിക്കോ? പപ്പി എന്റെ മകളല്ല. വിഷ്ണുവേട്ടനും എന്റെ കുഞ്ഞേച്ചിക്കും പിറന്ന ഇരട്ട കുട്ടികൾ. അതാ പപ്പിയും സത്യയും. പക്ഷെ അവർക്കും ഈ വിവരം അറിയില്ല. എനിക്ക് അബോർഷൻ ആയപ്പോ എനിക്കൊരിക്കലും കുട്ടികൾ ഉണ്ടാവില്ലെന്ന് ഡോക്ടർ തുറന്നു പറഞ്ഞപ്പോ സത്യമ്മയുടെയും രോഹിത്തിന്റെയും സ്നേഹം നഷ്ടപ്പെടാതിരിക്കാനായി എനിക്ക് ഗർഭിണിയായി അഭിനയിക്കേണ്ടി വന്നു. പപ്പി എന്റെ മോളല്ല. ഇത്രയും നാളും നീയും നിന്റെ വീട്ടുകാരും ചേർന്ന് ഞങ്ങളെല്ലാവരും വിഡ്ഢികളാക്കിയായിരുന്നല്ലേ? രോഹിത്ത്, എന്താർത്ഥത്തിലാടി ഇത്രയും വലിയ ചതി നീ എന്നോട് കാണിച്ചേ? ഇനി നീ ഈ വീട്ടിൽ കഴിയണ്ട, നീ ജീവിച്ചിരിക്കാൻ പാടില്ല. രോഹിത്ത്, ഇങ്ങോട്ട് പറയട്ടെ. നടക്കണിങ്ങോട്ട്, ഇറങ്ങി പാടിയോട്ടെ. എന്താന്ന് വെച്ചാ ചെയ്യട്ടെ, ചതിക്കല്ലായിരുന്നു അവള് നമ്മളെ. രോഹിത്ത്, എന്താ അച്ഛാ? അച്ഛാ, എന്നെ ഇങ്ങോട്ടാ കൊണ്ടുവന്നേ? അച്ഛാ, എന്നെ ഇപ്പൊ രാത്രിയിൽ എവിടെ കൊണ്ടുപോവാ? അച്ഛാ, വീട് അച്ഛാ. രോഹിത്ത്, അമ്മേ, രോഹിത്തെ ചതിക്കില്ല. അമ്മേ, എന്റെ മോളൊന്നും ചെയ്യല്ലേ. സമ്മതിച്ചല്ല, എന്റെ മോളല്ലാന്ന് നീ സമ്മതിച്ചല്ല. അപ്പൊ പിന്നെ എനിക്ക് ധൈര്യമായിട്ട് കൊല്ലാം. അച്ഛാ, വീട് അച്ഛാ. പപ്പി മോളെ വിടാൻ. അമ്മേ, വീട് അമ്മേ. രോഹിത്തെ ഞാൻ സമ്മതിക്കില്ല. മാറി. എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാറി ഇങ്ങോട്ട് ഇങ്ങോട്ട്. എന്താ അമ്മേ? മോളെ, എന്താ അമ്മേ, എന്ത് പറ്റി? വല്ല സ്വപ്നവും കണ്ടോ? മോളെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അമ്മയ്ക്ക് ഇപ്പോഴാ സമാധാനമായ. എന്താ എന്താ എന്തു പറ്റി? എന്തിനാ നിലവിളിച്ച നീ? എന്തടി മോളെ? എടി ശ്യാമേ, എടി എന്തു പറ്റിയെന്ന്? സത്യമേ, ഞാനൊരു സ്വപ്നം കണ്ടതാ. രോഹിത് എവിടെ? രോഹിത്, എടി രോഹിത് എവിടെയെന്ന്? എനിക്കറിയില്ല സത്യമ്മ. ഞാൻ എണീറ്റപ്പോ ഇവിടെ ഇല്ല. അയ്യോ, അവന് ഈ സമയത്ത് എവിടെ പോയി? എടി കിടക്കുമ്പോ പ്രാർത്ഥിച്ചിട്ട് കിടക്കണം. അതിന് കുറച്ചൊക്കെ ഈശ്വര വിശ്വാസം വേണം.
പോട്ടെ, സാരമില്ല. വിഷമിക്കാതെ പോട്ടെ, പ്രാർത്ഥിച്ചിട്ട് കിടക്ക്. ദുസ്വപ്നം ഒന്നും കാണത്തില്ലെന്നേ. നീ ഒന്നുകൂടി പ്രാർത്ഥിച്ച് കിടക്ക്. അയ്യോ, മോളെ കരയാതെ. ഏയ് പോട്ടെ, സാരമില്ലടി, സാരമില്ല. എടി ശ്യാമേ, സ്വപ്നമല്ലേ, വിട്, പോട്ടെ, സാരമില്ല. ശ്യാമേ, മോളെ പറയുന്ന കേക്ക്. പപ്പിയെ പ്രസവിച്ചത് ശാലിനിയാണ്. നിന്റെ ഭാര്യ ശ്യാമയ്ക്ക് കുട്ടികൾ ഉണ്ടാവില്ല. നിനക്ക് ഈ ശീലങ്ങളൊന്നും പതിവില്ലല്ലോടാ, പിന്നെ എന്താ? എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നേ? ഉറങ്ങുന്നില്ലേ? ഒന്നുമില്ല, വെറുതെ. നിക്ക്, നിന്റെ കള്ളൊക്കെ ഇറങ്ങിയോ? സത്യമേ, ഞാനൊന്ന് സമാധാനായിട്ടിരുന്നോട്ടെ. ഡാടാ, നിനക്ക് ഇന്നു മുതലാടാ ഞങ്ങളൊക്കെ മനസ്സമാധാനക്കേടായി മാറിയത്? കള്ളു കുടിച്ച് ബോധമില്ലാതെ വന്നിട്ട് എന്തൊക്കെ അനാവശ്യങ്ങളാ നീ വിളിച്ചു പറഞ്ഞെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? സ്നേഹിക്കുന്നവരെയൊക്കെ വെറുപ്പിക്കാൻ നീ ഇന്നു മുതലാടാ പഠിച്ചത്? നീക്ക് ഡാ, നിന്റെ ഇപ്പോഴത്തെ ഈ പോക്ക് മോശമായതുകൊണ്ട് പറയാ. ഒരാളെയും വകവെക്കാതെയുള്ള നിന്റെ ഈ പോക്കുണ്ടല്ലോ, ഇതെങ്ങോട്ടാടാ? ഡാ, മനസ്സിലാക്കുക. അവനവൻ ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണല്ലോ, അത് തന്നെയാണല്ലോ എല്ലാവരുടെ ഉദ്ദേശവും. എടാ, എനിക്കെന്നെ നന്നായിട്ടറിയാം. ഞാൻ ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ തോറ്റു തരാൻ എനിക്ക് മനസ്സില്ല. എടാ, എന്നെ തോൽപ്പിക്കാൻ 4 വയസ്സും ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അനാഥനാണല്ലോ, ഒരാളും ചോദിക്കാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ എല്ലാരും ഇപ്പൊ 2 തരത്തിൽ എന്നോട് പെരുമാറുന്നേ. എടാ, അത് പിന്നെ അങ്ങനെയാണല്ലോ, സ്വന്തം ചോരോടായിരിക്കുമല്ലോ എല്ലാവർക്കും സ്നേഹം ഉണ്ടാവുന്നേ. എന്നെ സംരക്ഷിക്കാൻ ഏറ്റെടുത്തപ്പോ തന്നെ സത്യാമ്മയ്ക്ക് എന്നെ കൊന്നു കളയാൻ പാടില്ലായിരുന്നോ? രോഹിത്, എന്തുവാണ് നീ പറയുന്നത്? നിന്റെ സംസാരം അതിന് കിടക്കുന്നുണ്ട്. മോനെ, എന്താണ് നിനക്ക് പറ്റിയത്? എടാ, നീ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഇന്നേ വരെ ഞങ്ങൾ ആരും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങള് നീ ഇപ്പൊ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, ഇതെല്ലാം നാടകമാ. ഈ കാണിക്കുന്ന സ്നേഹവും സംസാരവും പ്രവൃത്തിയും ഒക്കെ എല്ലാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.